ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ISRO 2015 നടത്തിയ ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് ടെക്നീഷ്യൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1256 ELE. 60 ക്വസ്റ്റ്യനാണ് ഇതിനകത്തുള്ളത്. ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നോക്കാം. First one, the capacity of a capacitor used in power factor correction is expressed in term of. പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണെന്നാണ്. കപ്പാസിറ്റി നമ്മൾ പവർ ഫാക്ടർ കറക്ഷൻ, അതായത് റിയാക്റ്റീവ് പവറാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ. അപ്പോൾ അതുകൊണ്ട് kVAR ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററിനെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി KVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് KVA. KW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് പവർ, ഒരു നോർമൽ ആക്റ്റീവ് പവർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KW യൂസ് ചെയ്യുന്നത്. KWH എന്ന് പറയുന്നത് നമ്മളുടെ എനർജിയുടെ യൂണിറ്റാണ്. KWH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ യൂണിറ്റാണ്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള 4 ഓപ്ഷൻസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ചാർജ് ആണ്, ചേഞ്ച് അല്ല. ദ ചാർജ് ഇൻ എ 4 microfarad capacitor charged to 100 volt will be. കപ്പാസിറ്റർ ചാർജ് ഇക്വേഷൻ Q is equal to C/V ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. Q is equal to C/V ആണ് കപ്പാസിറ്റൻസും ചാർജും വോൾട്ടേജും തമ്മിലുള്ള റിലേഷന്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് 4 microfarad ആണ്. ദാറ്റ് മീൻസ് 4 × 10⁻⁶ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 എന്ന് പറഞ്ഞാൽ 10⁻². ഈ 10⁻² മേലെ പോകുന്ന സമയത്ത് 10⁻⁻² ആവും. 10⁻²ഉം 10⁻⁶ഉം കൂടുമ്പോൾ 10⁻⁻8, വിച്ച് മീൻസ് 4 × 10⁻⁻8. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മൈക്രോ കുളം റേഞ്ചിലാണ്. അപ്പോൾ -8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? -6ലേക്ക് മാറ്റണം. അപ്പോൾ -6ലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 400 × 10⁻⁻6 കുളം, ദാറ്റ് മീൻസ് 400 മൈക്രോ കുളം. റൈറ്റ്. The resistance of a wire will be doubled if we double its. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R is equal to ρL/A ആണ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ആളാണ് ലെങ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യണം. ഇനി ഹാഫ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏരിയ ഡബിൾ ചെയ്യേണ്ടത്. കാരണം ഏരിയയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ലെങ്ത്തുമായിട്ട് ആ റെസിസ്റ്റൻസ് ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ലെങ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യണം. ഓപ്ഷൻ സി. ദെൻ ഇതിനകത്ത് ഓപ്ഷനകത്ത് വെയിറ്റ് റെസിസ്റ്റൻസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പാരാമീറ്ററാണ്. ടെമ്പറേച്ചർ റെസിസ്റ്റൻസായിട്ട് ടെമ്പറേച്ചർ അനുസരിച്ച് റെസിസ്റ്റൻസ് ഓരോ മെറ്റീരിയലിനും അതാത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് വിത്ത് എ സൈഡ് 6A ഈസ്. ഒരു ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 6 ഫേസസ് ഉണ്ട്. ആ 6 ഫേസസിൽ ഓരോ ഫേസും എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. ഓരോ ഫേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. അപ്പോൾ ഒരു സൈഡ് A ആണെങ്കിൽ ഈ സൈഡും എന്തിനായിരിക്കും? A ആയിരിക്കും, സ്ക്വയർ ആകുമ്പോൾ. അപ്പോൾ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A² ആണ്. ലെങ്ത് ഇൻറ്റു ലെങ്ത് A² ആണ് ഒരു സർഫസിൻ്റെ ഏരിയ, ഒരു ഫേസിൻ്റെ ഏരിയ. അപ്പോൾ ഒരു ഫേസിൻ്റെ ഏരിയ A² ആണ്. നമ്മളെ ക്യൂബിനകത്ത് 6 ഫേസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × A², 6A². ഓപ്ഷൻ എ. Time constant for an RL series circuit is given by. Time constant for an RL series circuit എന്ന് പറഞ്ഞാൽ τ is equal to L/R. നമുക്ക് RL സർക്യൂട്ട് മാത്രമല്ല, സപ്പോസ് ഇത് RC സർക്യൂട്ട് ആയിരുന്നെങ്കിൽ τ is equal to R × C ആണ്. അപ്പോൾ RL സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് L/R-ഉം RC സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് RC-യുമാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഓപ്ഷനിൽ ഓപ്ഷൻ ബി. പവർ ഫാക്ടർ ഓഫ് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റി ആയിരിക്കും. ഇനി ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. ലാഗിങ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. സീറോ പവർ ഫാക്ടർ എന്ന് പറയുന്നത് റിയാക്റ്റീവ് സർക്യൂട്ടാണ്. നോർമലി സീറോ പവർ സർക്യൂട്ടിൽ റിയാക്റ്റീവ് പവർ ആണ് കൂടുതൽ എന്ന് പറയും. Then question number 7, a heater is rated as 230 volt 1000 watt AC. The value 230 refers to us. നമ്മൾ ഒരു ഹീറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നിരിക്കുകയാണ് 230 വോൾട്ട് 1000 വാട്ട്സ് ആണ്. ഇതിൽ 230 വോൾട്ട് എന്തിനാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 230 വോൾട്ട് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് നമ്മൾ നോർമലി RMS വോൾട്ടേജിനെയാണ്. RMS വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് റെഫർ ചെയ്യുന്നത്? ഈ 230 എന്ന് പറയുന്നത്.
1000 എന്ന് പറയുന്നത് പവറാണ്. അപ്പോൾ ഒരു ഹീറ്ററിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വോൾട്ടേജ് പറയുമ്പോൾ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. ഇനി അതിൻ്റെ കൂടെ പറയുന്നത് പവറാണ്, റൈറ്റ്. Then as the frequency increases the capacitive reactance of the circuit, as the frequency increases capacitive reactance ന്റെ വാല്യൂ Xc is equal to 1/2 pi fc എന്നാണ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ത് ചെയ്യും? കുറയും. അതായത് ഇൻവേഴ്സ് റിലേഷനാണ് ഫ്രീക്വൻസിയും കപ്പാസിറ്റീവ് റിയാക്ടൻസുമായിട്ട്. അപ്പോൾ ആസ് ദ ഫ്രീക്വൻസി ഇൻക്രീസസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഡിക്രീസസ്. ഇനി സപ്പോസ് ഇത് ഇൻഡക്ടറിൻ്റെ കേസാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയിരുന്നുവെങ്കിൽ 2πfL എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ റിലേഷൻ. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് എന്ത് കൂടും? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടും. കപ്പാസിറ്റീവ് കേസിലാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും, ഇൻഡക്റ്റീവിൻ്റെ കേസിലാണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിരിക്കും ഫ്രീക്വൻസിയും റിയാക്ടൻസും തമ്മിൽ. നെക്സ്റ്റ് 0.01 ആംബിയർ ഈ സെയിം ആസ് 0.01 ആംബിയറിനെ നമ്മൾ മൈക്രോ ആംബിയർ റേഞ്ചിലേക്ക് കൊണ്ടുവരണം. അതായത് 0.01നെ ഇതിനെ നമ്മൾ ഇൻറ്റു 10⁻⁻6 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ 10⁻⁻6 ആക്ച്വലി ഇപ്പോൾ 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻2 ആണ്. ഇനി ഇതിനെ നമുക്ക് 10⁻6 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 10⁻4 കൊണ്ട് 10⁻4 ഇതിനകത്തേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഐ മീൻ ഇത് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 10⁻4 ആഡ് ചെയ്യണമെന്നല്ല, 10⁻4 ആവുന്ന സമയത്താണ് 10⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്കിത് കിട്ടുന്നത്. ഐ മീൻ 10,000 മൈക്രോ ആംബിയർ ആണ് 0.01 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ എങ്ങനെ അത് ചെയ്തു എന്നുള്ളതിനൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ 10,000 എന്ത് ചെയ്യുക? 6 പുറകോട്ട് വരണം, അല്ലെങ്കിൽ 6 ഡെസിമലിനെ പുറകോട്ട് എടുത്ത് നോക്കുക. 1 2 3 4 5 6 0.01 റൈറ്റ്. ദെൻ ഐ മീൻ -2നെ -6 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് വൺ, സം ഓഫ് ദി ഇൻറ്റീരിയർ ഇൻക്ലൂഡഡ് ആംഗിൾസ് ഇൻ എ റെഗുലർ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സൈഡുള്ള ഒരു പോളിഗണിനെ പറയുന്ന പേരാണ് ഹെക്സഗൺ. അതായത് നമ്മൾ 4 സൈഡുള്ളതിനെ സ്ക്വയർ എന്ന് പറയും, 3 സൈഡുള്ള ട്രയാങ്കിൾ എന്ന് പറയും, 5 സൈഡുള്ള പെൻറ്റഗൺ എന്ന് പറയും, 6 എണ്ണതിനെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് പറയും. അതൊരു പോളിഗണാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ ആ പോളിഗണിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസ് എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രിയാണ്. അതിൻ്റെ ഇൻറ്റേർണൽ ആംഗിളുകളുടെ സമ്മ്. അതായത് ഇപ്പോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 ഈ 4 ആംഗിളുടെ സമ്മും കൂടെ എന്ന് പറയുന്നത് n-2 × 180 ആണ്. ട്രയാങ്കിൾ ആണെങ്കിൽ ഇതേ 1 2 3 ഇത് 3ഉം ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 - 2 ദാറ്റ്സ് ഈക്വൽ ടു 1 × 180 ഡിഗ്രി. ഒരു സ്ക്വയറിന് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 - 2 × 180 360 ഡിഗ്രി റൈറ്റ്. അതേപോലെ ഒരു ഹെക്സഗണ്ടത് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പോളിഗൺ ആയാലും അതിന് പോളിഗണിനകത്ത് എത്ര സൈഡ്സ് ഉണ്ടോ അതേ -2 × 180 ചെയ്താൽ അതിൻ്റെ ഈ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾ നമുക്ക് കിട്ടും. അപ്പോൾ 6 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 180 ഡിഗ്രി വിച്ച് മീൻസ് 720 ഡിഗ്രി. ഓപ്ഷൻ എ. ദെൻ ഇത് ഓപ്ഷൻ ഡി ആണ്. ദെൻ ദ കറണ്ട് ഇൻ RLC സീരീസ് സർക്യൂട്ട് അറ്റ് റെസണൻസ് കറണ്ട് ഇൻ RLC സീരീസ് സർക്യൂട്ട്. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മാക്സിമം, ഇൻഫിനിറ്റി, മിനിമം, 0 എന്നാണ്. അപ്പോൾ ഒരു RLC സീരീസ് സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z is equal to R² + XL - XC the whole square എന്നാണ്. അതായത് ഇതാണ് അതിൻ്റെ ഇംപിഡൻസ്. അപ്പോൾ അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് I is equal to V/Z ആയിരിക്കും. അപ്പോൾ ഇവിടെ അറ്റ് റെസണൻസ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അറ്റ് റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RLC സീരീസ് സർക്യൂട്ടിൻ്റെ റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആവുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ റെസണൻസ് എന്ന് പറയും. അപ്പോൾ അവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും സെയിം ആവുന്ന സമയത്ത് XL - XC എന്ന് പറയുന്നത് 0 ആവും. അപ്പം ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √R² വിച്ച് മീൻസ് R ആണ്. അതായത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടായി മാറും. അപ്പോൾ I is equal to V/R എന്ന് വരും വിച്ച് മീൻ ദ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് വെൻ ഇറ്റ്സ് റെസണൻസ് ആവുന്ന സമയത്താണ് അതിന് മാക്സിമം വാല്യൂ വരിക. ഇതിനകത്തൊക്കെ പോകുന്ന സമയത്ത് ഇതിനെ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ കുറയും. Then which of the following DC motor is suitable for high starting torque? High starting torque ഉള്ള മോട്ടർ ഏതാണെന്നാണ് ചോദിച്ചത്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സീരീസ് മോട്ടറാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മോട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലിഫ്റ്റിലും കൺവെയറിലും ക്രെയിനിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സീരീസ് മോട്ടറാണ്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് DC മെഷീൻസിൻ്റെ സ്പീഡ് അഗെയിൻസ്റ്റ് ടോർക്ക് ഗ്രാഫ്, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ആവശ്യമുള്ളൊരു ഗ്രാഫാണ്.
സ്പീഡ് അഗെയിൻസ്റ്റ് ടോർക്ക് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് അഗെയിൻസ്റ്റ് ടോർക്ക് ഗ്രാഫിൽ ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു സ്പീഡ് വേരിയേഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിലായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് അല്ല ഡിഫറൻഷ്യൽ മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇങ്ങനെ സ്പീഡ് കൂടി വരുന്നത്. ടോർക്ക് കൂടുമ്പോൾ സ്പീഡ്, അതായത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൂടുതലൊന്നുമില്ല, സ്ലൈറ്റ് വേരിയേഷൻസ് ആണ്. ഡിഫറൻഷ്യലിൻ്റെ കേസ് ആയാലും ശരി, ഷണ്ടിൻ്റെ കേസ് ആയാലും ശരി, സ്ലൈറ്റ് ഡിഫറൻസേ ഷണ്ടിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ എന്ന് പറയും. അപ്പോൾ ഡിഫറൻഷ്യലിനും സ്ലൈറ്റ് ഇൻക്രീസേ ഉണ്ടാവുള്ളൂ. ഇനി ക്യുമുലേറ്റീവ് ആവുന്ന സമയത്ത് ക്യുമുലേറ്റീവ് മോട്ടറിൻ്റെ കേസ് ആണെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ടോർക്ക് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മൾ സീരീസിൻ്റെ കേസ് ആണെങ്കിൽ ഇങ്ങനെയാണ് സീരീസിൻ്റെ ഗ്രാഫ് വരുന്നത്. സോ സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ വളരെ കൂടുതലാണ് ആർക്ക്, സ്പീഡ് കുറയുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കൂടുതലാണ് ആർക്ക്, ഡി സി മോട്ടർ. ദെൻ സീരീസ് മോട്ടറിന്. ഓക്കെ, ദെൻ the no load voltage of a generator is 230 volt and the rated voltage is 200 volt. Then the voltage regulation is equal to voltage no load voltage minus full load voltage divided by full load voltage. അതായത് നോ ലോഡിൻ്റെയും ഫുൾ ലോഡിൻ്റെയും ഡിഫറൻസിനെ ഫുൾ ലോഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂയെ പറയുന്ന പേരാണ് വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ദ VNL minus VFL divided by VFL. നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് വോൾട്ടേജ്. ഇത് നമ്മൾ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്താണ് അതിന് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് തന്നിട്ടുണ്ട്. ഫുൾ ലോഡ് അല്ലെങ്കിൽ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 200 വോൾട്ടേജും തന്നിട്ടുണ്ട്. അപ്പോൾ 230 മൈനസ് 200 ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് വോൾട്ടേജ് 200. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 30/200 എന്ന് കിട്ടും. 30/200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.15 ആണ്. ഇതിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന സമയത്ത്, അതായത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ കിട്ടും, വിച്ച് ഈസ് 15%. റൈറ്റ്. ദ ട്രാൻസ്ഫോമർ ഓയിൽ യൂസ്ഡ് ഇൻ എ ട്രാൻസ്ഫോമർ പ്രൊവൈഡ്സ്. ഒരു ട്രാൻസ്ഫോമറിനകത്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ ഓയിലിന് 2 പർപ്പസാണ് ഉള്ളത്. ഒന്ന്, ഇൻസുലേഷൻ ചെയ്യുക, നമ്മളെ 2 വൈൻഡിങ്ങുകളെയും ഇൻസുലേറ്റ് ചെയ്യുക. ഒരു ഇൻസുലേഷൻ പർപ്പസ് കൂടെ ട്രാൻസ്ഫോമർ ഓയിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് പർപ്പസും ഇൻസുലേഷൻ പർപ്പസുമാണ് ഒരു ട്രാൻസ്ഫോമറിനകത്തുള്ള ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പ്രധാനപ്പെട്ട 2 ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ്. കൂളിങ്ങും ഇൻസുലേഷനും. ഓപ്ഷൻ എ. ഇതിനകത്ത് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി റൊട്ടേറ്റിംഗ് മെഷീൻസിൽ അല്ലെങ്കിൽ മൂവിങ് മെഷീൻസിലൊക്കെ ആണെങ്കിൽ, മെയിനായിട്ട് റൊട്ടേറ്റിംഗ് മെഷീൻസ്, നമുക്ക് മെഷീൻസ് 2 ടൈപ്പാണ്. ഒന്ന് റൊട്ടേറ്റിംഗ് മെഷീൻസും സ്റ്റേഷനറി മെഷീൻസും. അതായത് റൊട്ടേറ്റിംഗ് മെഷീൻസിലാണ് നമ്മൾ ലൂബ്രിക്കേഷൻസ് ഉപയോഗിക്കുക. സ്റ്റേഷനറി മെഷീൻസിൽ നമുക്ക് ലൂബ്രിക്കേഷൻസിൻ്റെ ആവശ്യമില്ല. ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഡിവൈസ് ആണ്. സ്റ്റാറ്റിക് ഡിവൈസ് എന്നാണ് പറയുക. ദ മെയിൻ പർപ്പസ് ഓഫ് പെർഫോമിംഗ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് അറ്റ് എ റേറ്റഡ് വോൾട്ടേജ് ഇസ് ടു മെഷർ. നമ്മൾ നോർമലി ട്രാൻസ്ഫോമറിൻ്റെ കേസിലായാലും മോട്ടറിൻ്റെ കേസിലായാലും ഒക്കെ 2 ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും അതല്ലെങ്കിൽ രണ്ടാമത് ചെയ്യുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ നോർമലി ചെയ്യുന്നത്, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെങ്കിൽ പ്രൈമറിയിൽ സപ്ലൈ കൊടുത്തിട്ട് സെക്കൻഡറിയിൽ എന്ത് ചെയ്യും, ഓപ്പൺ സർക്യൂട്ടഡ് ആയിട്ട് വയ്ക്കും. സെക്കൻഡറി നമ്മൾ കണക്ട് ചെയ്യാതെ ഓപ്പൺ ആയിട്ട് വയ്ക്കും. ആ സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മളുടെ ട്രാൻസ്ഫോമറിൻ്റെ കോർ ലോസ് ആണ്. ട്രാൻസ്ഫോമറിൻ്റെ കോറിനകത്ത് നമ്മൾ ലോഡൊന്നും വിഡ്രോ ചെയ്യുന്നില്ല, നമ്മൾ ഇൻപുട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പ്രൈമറി മാത്രമേ എനർജൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ട്രാൻസ്ഫോമർ കോറിനകത്ത് എത്ര ലോസ് ഉണ്ട്, ആ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. കോർ ലോസ് അല്ലെങ്കിൽ അതിനെ തന്നെ പറയുന്ന പേരാണ് അയൺ ലോസ്. കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡറി ടെർമിനൽ ഷോർട്ട് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് കോർ ലോസും അല്ലെങ്കിൽ അയൺ ലോസ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് കോപ്പർ ലോസ്. റൈറ്റ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന പെർഫോമൻസ് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ത് വേണം ചെയ്യുന്നത്, കോർ ലോസ്. ഇത് ക്യൂർ ലോസ് എന്നല്ല, കോർ ലോസ്. ഓക്കെ. ദെൻ ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത്, ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റിലേ ആണ് ബുക്കോൾസ് റിലേ. ഈ ബുക്കോൾസ് റിലേ ആക്ട് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്ഫോമറിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് ഓയിലുണ്ട്, ആ ഓയിലിനകത്ത് ഹൈഡ്രജൻ ബബിൾസ് ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന ബബിൾസ് മേലേക്ക് പ്രഷർ, അതായത് ബബിൾസ് ഇങ്ങനെ മേലേക്ക് പോയി കഴിഞ്ഞിട്ട് ആ ബബിൾസിനെ അല്ലെങ്കിൽ ആ ഗ്യാസ് ബബിൾസിനെ എന്ത് ചെയ്യും, ഈ ബുക്കോൾസ് റിലേ കളക്ട് ചെയ്തിട്ട് വെക്കും. ഈ ഗ്യാസ് ബബിൾസിൻ്റെ പ്രഷർ വെച്ച് കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന റിലേ ആണ് ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ ഓയിലിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിനെ കളക്ട് ചെയ്ത് ആ ഗ്യാസിൻ്റെ പ്രഷർ വേരി ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ബുക്കോൾസ് റിലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബുക്കോൾസ് റിലേ ഈസ് എ ഗ്യാസ് ആക്ച്വേറ്റഡ് ഡിവൈസ്.
നമുക്ക് ഇതല്ലാതെ വേറെയും റിലേകളുണ്ട്, ഓവർ കറണ്ട് റിലേ ഉണ്ട്, ഓവർ വോൾട്ടേജ് റിലേ ഉണ്ട്. ഇതൊക്കെ ഓരോന്നിൻ്റെയും ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആണ്. ഇതിൽ ബുക്കോൾസ് റിലേയുടെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ബബിൾസ് ആണ്. ബാക്കിയുള്ളതിലൊക്കെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ആണ്. ഒന്നുകിൽ കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മളുടെ ഇംപിഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റിയാക്ടൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റികളുടെ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ നോർമലി റിലേകളുള്ളത്. പക്ഷേ ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് റിലേ ആണ്. അതിൻ്റെ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ദെൻ ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ KVA. KVAR എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ ആണ്, റൈറ്റ്. KV എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, KW എന്ന് പറയുന്നത് പവർ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ അമ്മീറ്റർ ഷുഡ് ബി. ഒരു അമ്മീറ്റർ, ഏത് മീറ്റർ ആയാലും ആ മീറ്ററിന് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി അമ്മീറ്ററിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്, സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്മീറ്റർ ചെയ്യുന്നത്. അപ്പോൾ അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതോട് കൂടെ തന്നെ ഇവിടെയുള്ള ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന മുഴുവൻ കറണ്ടും എവിടെയും ഫ്ലോ ചെയ്യണം, അമ്മീറ്ററിനകത്തും ഫ്ലോ ചെയ്യണം. അതുകൊണ്ട് അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം, വളരെ കുറവായിരിക്കണം, വിച്ച് മീൻസ് നെഗ്ലിജിബിൾ ആയിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി എ വെരി സ്മോൾ വാല്യൂ. Then in a 2 watt meter method of measuring three-phase power factor is 0.5. Then one of the watt meter will read. അപ്പോൾ പവർ ഫാക്ടർ 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് 3 ഫേസ് പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷറിംഗ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ മെഷറിംഗ് സർക്യൂട്ടാണ് 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓരോ ഫേസിനകത്ത് 3 ഫേസിനകത്ത് 2 ഫേസിൽ വാട്ട് മീറ്റർ കണക്ട് ചെയ്യുകയും മൂന്നാമത്തെ ഫേസ് 2 വാട്ട് മീറ്ററിന് കോമൺ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ കണക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ 2 വാട്ട് മീറ്റർ മെത്തേഡിനകത്ത് ഈ 2 വാട്ട് മീറ്ററും പലതരത്തിലുള്ള റീഡിംഗ് കാണിക്കും ആസ് പെർ ദ പവർ ഫാക്ടർ വാല്യൂ. അപ്പോൾ സപ്പോസ് നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ 2 വാട്ട് മീറ്ററും കാണിക്കുന്നത് ഈക്വൽ വാല്യൂ ആയിരിക്കും. 2 വാട്ട് മീറ്ററും കാണിക്കുന്നത്. ആ സമയത്ത് ടോട്ടൽ പവർ, ആ 3 ഫേസ് സർക്യൂട്ടിലെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വാട്ട് മീറ്ററിൻ്റെയും കൂടെ സമ്മാണ് ആക്ച്വലി. അപ്പോൾ 2 ഇൻറ്റു ഏതെങ്കിലും ഒരു വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എടുത്താൽ മതി. ഇനി 0.5 പവർ ഫാക്ടർ ആണെന്ന് വിചാരിക്കുക. 0.5 പവർ ഫാക്ടർ ആണെങ്കിൽ 1 വാട്ട് മീറ്റർ എന്ത് ചെയ്യും, 0 റീഡിംഗ് കാണിക്കും. 1 വാട്ട് മീറ്റർ എന്ത് ചെയ്യും, 0 റീഡിംഗ് കാണിക്കും. ഇനി പവർ ഫാക്ടർ 0.5ൻ്റെ താഴെയാണ്, ലെസ് ദാൻ 0.5 ആണെങ്കിൽ 1 വാട്ട് മീറ്റർ എന്ത് ചെയ്യും, നെഗറ്റീവ് റീഡിംഗ് കാണിക്കും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കറണ്ട് കോയിൽ റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് 3 പവർ ഫാക്ടർ കണ്ടീഷനുകളിൽ 2 വാട്ട് മീറ്റർ മെത്തേഡിലുള്ള വാല്യൂസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പവർ ഫാക്ടർ ഇസ് 0.5, then the one of the watt meter will read 0 വാല്യൂ, റൈറ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമുകൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. then 1 micron means 10⁻⁻6, പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. അപ്പോൾ ഈ 10⁻⁻6നെ നമുക്ക് എന്ത് ചെയ്യണം, 10⁻³ ആക്കണം. 10⁻³ ആക്കണം എന്നുണ്ടെങ്കിൽ 1 2 3 3 ഡിജിറ്റ് പുറകോട്ട് പോകണം, വിച്ച് മീൻസ് ഓപ്ഷൻ ബി. Then the bridge used for measurement of capacitance. ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, റെസിസ്റ്റൻസ്, ഈ 3 ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആണ് ഇലക്ട്രിക്കൽ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ബ്രിഡ്ജസ് അവൈലബിൾ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ള ബ്രിഡ്ജ് ഏതാണെന്നാണ്. കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഷെറിംഗ് ബ്രിഡ്ജാണ്. ഓപ്ഷൻ എ ആണ് ഷെറിംഗ് ബ്രിഡ്ജ്. ഇനി ഇതല്ലാതെ നമുക്ക് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജ് ഉണ്ട്. ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ബ്രിഡ്ജാണ് ഹെയ്സ് ബ്രിഡ്ജ്. അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേറൊരു ബ്രിഡ്ജാണ് മാക്സ്വെൽസ് ബ്രിഡ്ജ്. മാക്സ്വെൽസ് ബ്രിഡ്ജും ഹെയ്സ് ബ്രിഡ്ജും ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. വെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജാണ് വെയിൻസ് ബ്രിഡ്ജ്, റൈറ്റ്. ഓപ്ഷൻ എ. പിരാനി ഗേജ് ഈസ് യൂസ്ഡ് ടു മെഷർ. പിരാനി ഗേജ്, ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും പലപ്പോഴും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണ് പിരാനി ഗേജ് എന്ന് പറയുന്നത്. പിരാനി ഗേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് അല്ല, ഇതൊരു മെക്കാനിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. വളരെ ലോ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പിരാനി ഗേജ്. പിരാനി ഗേജ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ്സ് യൂസ്ഡ് ടു മെഷർ വെരി ലോ പ്രഷർ. വളരെ ലോ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിരാനി മെഷർ ചെയ്യുന്നത്. പക്ഷേ
എല്ലാ സമയത്തും പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല ഇത്. വെരി ലോ പ്രഷർ എവിടെ മെഷർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്വം സിസ്റ്റം. അപ്പോൾ ഇത് ഇലക്ട്രിക്കലുമായിട്ട് എന്ത് ചെയ്തു, കണക്റ്റഡ് ആയി. അതിപ്പോൾ മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് വന്നെന്നുള്ളത്. വാക്വം സിസ്റ്റത്തിനകത്തുള്ള ലോ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ ഗേജ് ആണ് പിരാനി ഗേജ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ജനറേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ജനറേറ്റർ വോൾട്ടേജ് ഇൻ ഇന്ത്യയിൽ നമ്മൾ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത് 11 kV-യിലാണ്. ഓക്കെ. The material commonly used for insulation of HV cables ഉള്ള ഇൻസുലേഷൻ മെറ്റീരിയൽ. ഇതിനകത്ത് ലെഡ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസുലേഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല. ഒരു മറ്റേ നമ്മുടെ UG കേബിളിനകത്ത് ഷീത്തായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ലെഡ് എന്ന് പറയുന്നത്. പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സപ്പോസ് മോട്ടറിനകത്തും ഒക്കെ ജനറേറ്ററിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസുലേഷനാണ് പേപ്പർ എന്ന് പറയുന്നത്. ദെൻ റബ്ബർ എന്ന് പറയുന്നതാണ് ഹൈ വോൾട്ടേജ് കേബിളിൽ ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മെറ്റാലിക് ഷീത്തായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് റബ്ബർ. XLPE, PVC ഇതൊക്കെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി പോർസലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലേറ്ററിൻ്റെ കേസുകളിൽ ഇൻസുലേഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്തുള്ള ഇൻസുലേറ്റേഴ്സിനെ ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് പോർസലൈൻ. ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ N ടൈപ്പ് സെമി കണ്ടക്ടർ. നമുക്ക് 2 ടൈപ്പ് സെമി കണ്ടക്ടർ ആണുള്ളത്, P ടൈപ്പ് സെമി കണ്ടക്ടറും N ടൈപ്പ് സെമി കണ്ടക്ടറും. P ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 15 ഗ്രൂപ്പ് എലമെൻസും N ടൈപ്പ് എന്ന് P ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഗ്രൂപ്പ് എലമെൻസും N ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഗ്രൂപ്പ് എലമെൻസും. വിച്ച് മീൻസ് ഇതിനകത്ത് ഇലക്ട്രോൺസ് കൂടുതലാണ്. ഈ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചാൽ മതി. N എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് കൂടുതലുള്ള സെമി കണ്ടക്ടറാണ് N ടൈപ്പ് സെമി കണ്ടക്ടർ. ഹോൾസ് കൂടുതലുള്ള സെമി കണ്ടക്ടറാണ് P ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ N ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. P ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി. ഇൻട്രൊഡക്ഷൻ ഓഫ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഇത് കൺട്രോൾ സിസ്റ്റത്തിനകത്തുള്ള ഒരു സിസ്റ്റമാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം തിരിച്ച് ഇൻപുട്ടിലേക്ക്, ഔട്ട്പുട്ടിൽ നിന്ന് തിരിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡിസ്ട്രോഷൻ ഡിക്രീസ് ചെയ്യും. രണ്ടാമത്തത് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. മൂന്നാമത്തത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. നാലാമത്തത് ഓവറോൾ ഗെയിന് ഡിക്രീസ് ചെയ്യും. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഓവറോൾ ഗെയിന് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഡിക്രീസ് ഡിസ്ട്രോഷൻ എന്നാണ് ഇതിൻ്റെ ആൻസർ വേണ്ടിയിരുന്നത്. ഡിക്രീസ് ഡിസ്ട്രോഷൻ എന്നാണ് കറക്റ്റ് ഒരു ആൻസർ ഇതിനകത്ത് ഇല്ല. ദെൻ എ ബൈറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ്. എ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റിനെ പറയുന്ന പേരാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. 4 ബിറ്റിനെ പറയുന്ന പേരാണ് ഒരു നിബിൾ. 8 ബിറ്റിനെ പറയുന്ന പേരാണ് ബൈറ്റ്. ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റും, നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റുമാണ്. അപ്പോൾ ഓപ്ഷൻ സി. എ ഡിക്കേഡ് കൗണ്ടർ റിക്വയർ. എ ഡിക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് 10 കൗണ്ടറിനെയാണ് നമ്മൾ ഡിക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് 10 കൗണ്ടറിന് അല്ലെങ്കിൽ ഡിക്കേഡ് കൗണ്ടറിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സപ്പോസ് നമ്മളുടെ ഒരു കൗണ്ടറിനകത്ത് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. കൗണ്ടറിനകത്ത് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 2n കൗണ്ടർ അതിനകത്ത് പോസിബിൾ ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എണ്ണം n ആണെങ്കിൽ 2n മോഡ്, ഇതിൻ്റെ മോഡ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 10 ആണ്. അപ്പോൾ 10 കിട്ടണമെന്നുണ്ടെങ്കിൽ 2n എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ 10ൻ്റെ മേലെയോ വരണം, എങ്കിൽ മാത്രമേ അതിന് അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. അപ്പോൾ 2n എത്രയാണ് ഈ n-ൻ്റെ വാല്യൂ 10 ആവുക നോക്കുക. 2(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 2(2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 4 × 2 8, 8 × 2 16. അപ്പോൾ 4 2 കൂടുമ്പോഴാണ് നമുക്ക് 16 ആവുന്നത്. അപ്പോൾ മോഡ് 10 കൗണ്ടറിനകത്ത് 10 മോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? 1 2 3 4 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. ഓപ്ഷൻ സി. ദെൻ അക്കോർഡിംഗ് ടു ബൂളിയൻ ആൾജിബ്ര 1 + a + b + c ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ്. ബൂളിയൻ ആൾജിബ്രയിനകത്ത് ഒരുപാട് റൂൾസ് ഉണ്ട്. ഞാൻ കുറച്ച് റൂൾസ് പറയാം. ഒന്ന്, 1 × a = a, 1 + a = 1.
0 into a is equal to 0, 0 plus a equal to a. a into a is equal to a plus a is equal to a. ഇപ്പോൾ ഇവിടെ നോക്കുക 1 plus a plus b plus c എന്നാണ് ചോദിച്ചത്. അപ്പോൾ 1 plus a plus b plus c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയി. ഇനി 1 plus b ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1 ആയി. 1 plus c ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1 ആയി. സോ ഓപ്ഷൻ ഡി റൈറ്റ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോവുക. 1 plus a 1, 1 plus b 1, b plus 1 plus 1 plus c 1. Area of a triangle having sides a, b and c is given by root of, root full ഉണ്ട്, root of s into s minus a into s minus b into s minus c, where is s is equal to half of the perimeter, half into a plus b plus c. ഇതാണ് s ന്റെ വാല്യൂ. half of the perimeter ആണ് s എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. Then dash is a volatile memory. നമുക്ക് മെമ്മറികൾ രണ്ട് ടൈപ്പ് മെമ്മറി ഉണ്ട്. ഒന്ന് വോളറ്റൈൽ മെമ്മറിയും അതേപോലെ തന്നെ നോൺ വോളറ്റൈൽ മെമ്മറിയും. വോളറ്റൈൽ മെമ്മറി ആൻഡ് നോൺ വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത, ഡാറ്റയെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത, ആക്ച്വലി മെമ്മറി എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത മെമ്മറി പറയുന്ന പേരാണ് വോളറ്റൈൽ മെമ്മറി. റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. റാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ, സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളൊന്നും റാമിലില്ല. പിന്നെ റാം ഫുൾ ഇറേസ് ആവും. വിച്ച് മീൻ പെർമനൻ്റ് ആയിട്ട് അതിനകത്ത് ഒരു മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് ടൈപ്പിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയും. സപ്പോസ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ വോളറ്റൈൽ എന്ന് പറയും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറിക്ക് എക്സാമ്പിളാണ് റാം. നോൺ വോളറ്റൈൽ മെമ്മറിക്ക് എക്സാമ്പിളാണ് റോമും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും, പ്രോം, ഇ പ്രോം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റൈറ്റ്, ഇ പ്രോം അതെല്ലാം. ദെൻ if 4 10 microfarad capacitors are connected in parallel, the net capacitance is, capacitance നമ്മളിങ്ങനെ 4 എണ്ണം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിന് ഓപ്പോസിറ്റ് ആണ് വരിക. 4 into 10 microfarad. നമ്മൾ n number of capacitors ഈക്വൽ നമ്പർ n number of capacitors നമ്മൾ പാരലൽ ചെയ്യുകയാണെങ്കിൽ n into one of the capacitor value ആണ് ടോട്ടൽ കപ്പാസിറ്റർ. ദാറ്റ് മീൻസ് 4 into 10 microfarad which means 40 microfarad. ഇനി ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ 10/4 അതാണ് ആൻസർ വരുന്നത്. ദെൻ റെസിസ്റ്റൻസിൻ്റെ കേസിൽ നേരെ തിരിച്ചാണ്. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ്, ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, കിലോ വാട്ട് അവർ. ഇതിനകത്ത് വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്, കിലോ വാട്ട് എന്ന് പറയുന്നതും പവറിൻ്റെ യൂണിറ്റ് ആണ്, ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. ദെൻ a voltage of 100 volt is applied to a circuit of resistance 10 ohm. The power dissipated by the resistance will be, 100 വോൾട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10 ഓം ആണ്. പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. വി വോൾട്ടേജ് വി 100 into 100 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 10 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1000 വാട്ട്സ്. ഓപ്ഷൻ ഡി. ഏരിയ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് എ സൈഡ് എ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററലിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4a² എന്നുള്ളതാണ്. നോർമൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. ഇത് ചെയ്യാനുള്ള വേറൊരു ഇക്വേഷനാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. 3 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നമുക്ക് പ്രോബ്ലത്തിനകത്ത് 3 സൈഡാണ് തന്നതെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. ഒരു സൈഡും അതിൻ്റെ ഹൈറ്റും ആണെങ്കിൽ, ബേസും ഹൈറ്റുമാണ് തന്നതെങ്കിൽ ഹാഫ് ബി എച്ച് യൂസ് ചെയ്യും. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസിലാവുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 3/4a². ദെൻ when collector base and emitter base junction get forward biased, then the transistor is said to be. ട്രാൻസിസ്റ്ററിന് 4 മോഡാണുള്ളത്. നമുക്ക് 2 ജംഗ്ഷനാണ് ട്രാൻസിസ്റ്റർ ഉള്ളത്, എമിറ്റർ ബേസ് ജംഗ്ഷനും അതേപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷനും. ഇതിനകത്ത് നമ്മൾ എങ്ങനെ ബയാസിങ് കൊടുക്കുന്നു എന്നനുസരിച്ചാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ 4 രീതിയിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് റിവേഴ്സ് ബയസ് കൊടുക്കാം, ഇതും റിവേഴ്സ് ബയസ് കൊടുക്കാം, ഇത് ഫോർവേഡ് ബയസ് കൊടുക്കാം, ഇത് റിവേഴ്സ് ബയസ് കൊടുക്കാം, ഇത് റിവേഴ്സ് ബയസ് കൊടുക്കാം, ഇത് ഫോർവേഡ് ബയസ് കൊടുക്കാം, ഇത് ഫോർവേഡ് കൊടുക്കാം, ഫോർവേഡ് കൊടുക്കാം. ഇങ്ങനെ 4 കോമ്പിനേഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ്, ഈ 2 ജംഗ്ഷനും റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലായിരിക്കും. ഇനി എമിറ്റർ ബേസ് എന്ന് പറയുന്നത് ഫോർവേഡും കളക്ടർ ബേസ് എന്ന് പറയുന്നത് റിവേഴ്സും ആണ്. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ നോർമൽ കോൺഫിഗറേഷനാണ്, ആക്റ്റീവ്.
ഇനി എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും നേരത്തെ പറഞ്ഞതിന് റിവേഴ്സ് ചെയ്തു, അതിനെയാണ് നമ്മൾ റിവേഴ്സ് ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് ആക്റ്റീവ്. ഇനി രണ്ട് ജംഗ്ഷനും ഫോർവേഡ് ബയസിലാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സാച്ചുറേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഓരോ ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത്. റൈറ്റ്. An amplifier with a positive feedback will work as പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ആംപ്ലിഫയർ ഓസിലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ആംപ്ലിഫയർ എന്തായിട്ട് വർക്ക് ചെയ്യും? ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ച് ഹീറ്റ് ചെയ്യുന്ന, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബേസ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ വേറൊരു പേരാണ് എഡ്ഡി കറണ്ട് ഹീറ്റിംഗ്. റൈറ്റ്. എഡ്ഡി കറണ്ട് ഹീറ്റിംഗ്. ദെൻ എ ഡയാക് ഈസ് യൂസ്ഡ് ടു. ഡയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പി എൻ ജംഗ്ഷൻ ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയാക് എന്ന് പറയുന്നത്. രണ്ട് പി എൻ ജംഗ്ഷൻ ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഒരു ഡയാക് എന്ന് പറയുന്നത്. ഡയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബൈ ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഇത് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസുകളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് ആര്? ഡയാക്. ഡയാക് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, അതായത് നമ്മൾ SCR പോലെയുള്ള ആളുകളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഡയാക് എന്ന് പറയുന്നത്. അപ്പോൾ ഡയാക് ഈസ് എ ട്രിഗർ. ട്രയാക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസുകളെ ഏതെങ്കിലും ഒന്നിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. മോട്ടോർ സ്റ്റാർട്ടേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ. മോട്ടോർ സ്റ്റാർട്ടർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈമിലുള്ള കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഇനീഷ്യലി പെട്ടെന്നുള്ള സ്റ്റാർട്ടിങ് മൊമെൻറ്റിലുള്ള ഹൈ കറണ്ട്, എക്സസീവ് കറണ്ടിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടറിൽ സ്റ്റാർട്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാവിങ് സൈഡ് 6 cm, 8 cm ആൻഡ് 10 cm. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 3 സൈഡാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു root of s into s minus a into s minus b into s minus c. ഇതിനകത്ത് s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്നാണ്. അതായത് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. 6 + 8 14, 14 + 10 24, 24/2 വിച്ച് മീൻസ് 12. ഹാഫ് ഓഫ് ദി പെരിമീറ്റർ എന്ന് പറയുന്നത് 12 ആണ്. ഇനി ഏരിയ ഈസ് ഈക്വൽ ടു √12 ഇൻറ്റു എസ് മൈനസ് എ, 12 minus a which means 12 minus 6, 6. Then s minus b, 12 minus 8 which means 4. Then 12 minus c which means 12 minus 10 which is 2. 12 into 6 into 4 into 2 this is equal to root of, multiply the you will get it as 576. Root of 576 means 24 centimeter square. Option D. All day efficiency is meant to judge the performance of a. All day efficiency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ 24 ഹവേഴ്സിലുള്ള ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റേഷ്യോയെ പറയുന്ന പേരാണ് ഓൾ ഡേ എഫിഷ്യൻസി. അതായത് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി നമ്മൾ 24 ഹവേഴ്സിൽ ബേസ് ചെയ്യുക. നോർമലി എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുക. ഈ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലെങ്കിൽ ഈ എഫിഷ്യൻസി നമ്മൾ 24 ഹവേഴ്സിലേക്ക് പറയാമെന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ ഓൾ ഡേ എഫിഷ്യൻസി ട്രാൻസ്ഫോമർക്ക് എന്ന് പറഞ്ഞാൽ 24 അവർ വർക്ക് ചെയ്യുന്ന ആളാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർക്ക്. അപ്പോൾ ഈ ഓൾ ഡേ എഫിഷ്യൻസി പറയുന്നത് നമ്മൾ ആർക്കാണ്? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനാണ്. കാരണം അതാണ് 24 അവർ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോമർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനാണ് നമ്മൾ എന്ത് പറയുക? ഓൾ ഡേ എഫിഷ്യൻസി പറയാം. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 43. The torque of an induction motor is proportional to. The torque of an induction motor is proportional to വോൾട്ടേജിൻ്റെ സ്ക്വയർ ആണ്. ഞാൻ ടോർക്കിന് മുഴുവൻ ഇക്വേഷൻ എഴുതാം. ഇത് അത്ര ഓർത്തിരിക്കൊന്നും വേണ്ട, നമുക്ക് അത്രയും വലിയ പ്രോബ്ലം ഒന്നും വരില്ല. ടോർക്ക് is equal to 3 × 60 divided by 2πns into s e square r2 divided by r square is s e square r divided by r square plus sx square. ഇതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ആർക്കൊക്കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് മാത്രം ഓർത്താൽ മതി. ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ സ്ക്വയർ വിച്ച് മീൻസ് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ സ്ക്വയർ. ദാറ്റ് മീൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ. അതേപോലെ തന്നെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഫൈ സ്ക്വയർ. റൈറ്റ്. ഓപ്ഷൻ സി. വാക്യൂം ക്ലീനേഴ്സ് ജനറലി യൂസ്. വാക്യൂം ക്ലീനറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മോട്ടറാണ്. മിക്സർ ഗ്രൈൻഡറിൽ, വാഷിംഗ് മെഷീനിലൊക്കെയുള്ള ഹോം അപ്ലയൻസസിലൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ മോട്ടറാണ്.
ഇതിനകത്ത് റിലക്റ്റൻസ് മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിലക്റ്റൻസ് മോട്ടർ യൂസ് ചെയ്യുക. ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ആളാണ് റിപ്പൾഷൻ മോട്ടർ എന്ന് പറയുന്നത്. ഈ എയർ കണ്ടീഷൻസ്, ടോയ്സ് പോലെയുള്ള കാര്യങ്ങൾക്കുള്ള മോട്ടറാണ് ഷെയ്ഡഡ് മോട്ടർ. ദ RMS വാല്യൂ ഓഫ് എ സൈനസോയിഡൽ സിഗ്നൽ ഈസ് 10 amperes. ഇറ്റ്സ് പീക്ക് വാല്യൂ ഈസ്, RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRMS is equal to 0.707 peak value, or peak value is equal to RMS value divided by 0.707 എന്ന് നമുക്ക് പറയാം. അതായത് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 10 divided by 0.707. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get it as 14.14. Circumference of a circle is 66. Find its diameter. Circumference ഇതാണ് circumference എന്ന് പറയുന്നത്, ടോട്ടൽ ലെങ്ത്. ഇതിനാണ് circumference എന്ന് പറയുക. ഒരു സർക്കിളിൻ്റെ circumference എന്ന് പറയുന്നത് 2πr ആണ്. ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ 2πr is equal to 66 mm എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ആണ് ചോദിച്ചത്. ഡയമീറ്റർ is equal to 2r ആണ്. അപ്പോൾ 2r is equal to 66 divided by pi. 66 divided by pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.14 ആണ് പൈയുടെ വാല്യൂ. ഞാൻ അതിനെ 3 ആക്കി എടുത്താൽ 66/3 is equal to 21 millimeter. ഓപ്ഷൻ എ. ഇങ്ങനെ പ്രോബ്ലം ചെയ്താൽ മതി. എക്സാക്റ്റ് വാല്യൂ പോയിട്ട് 3.14 വെച്ച് ഡിവൈഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഓപ്ഷനിലേക്ക് നോക്കുക എങ്ങനെയാണ് ആൻസർ തന്നിരിക്കുന്നത്. എക്സാക്റ്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. The energy stored in a magnetic field coil of self-inductance 5 microhenry and current is 10 ampere. ഒരു ഇൻഡക്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ½ Li² ആണ്. ½ Li², ഇതിനകത്ത് എല്ലും ഐയും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 × 5 × 10⁻³ × 10². ഈ 10² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁴ ആയി. 10⁴ 10⁻³ ചെയ്യുമ്പോൾ 10⁻1 ആവും. 10⁻1 ആവും. അതിപ്പോൾ ബാക്കി നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 25 × 10⁻³ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്നത് ജൂളാണ്. ഇത്രയും ജൂൾ. 25 × 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.025. An electric motor which stator and rotor poles run with exactly the same speed is. സ്റ്റേറ്റർ പോളും റോട്ടർ പോളും എക്സാക്ട് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിങ്ക്രണസ് മോട്ടർ എന്ന് പറയുന്നത്. കോൺസ്റ്റൻസ് രണ്ടും ഈക്വൽ സ്പീഡാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിങ്ക്രണസ് മോട്ടർ എന്ന് പറയുന്നത്. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 3/5. ദ വാല്യൂ ഓഫ് ടാൻ എക്സ് ഈസ്, സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈൻ എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 4 3 5 4 3 5 3/4 3/5 ആണ്. 3 ഡിവൈഡ് ബൈ 5 ഇതാണ് തീറ്റ എങ്കിൽ ഇതാണ് സൈൻ തീറ്റ, മീൻസ് 3 ഡിവൈഡഡ് ബൈ 5 ആണ് നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും 4 ആയിരിക്കും. ഒരു കോമ്പിനേഷനാണ് അത്, 3:4:5 ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷനാണ്. അങ്ങനെയാണ് ഡയറക്റ്റ് പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ √5² - 3². 5² എന്ന് പറഞ്ഞാൽ 25, 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. √25 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16. √16 മീൻസ് 4. അപ്പോൾ ഈ ബേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 480. ഇനി ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാല്യൂ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ്സ് ഈക്വൽ ടു 3/4. ഓപ്ഷൻ എ. 50. x² - 6x + 8. The value of x in x² - 6x + 8. ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ്. ഈ പോളിനോമിയൽ ഇക്വേഷനകത്ത് നിങ്ങൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ഉം റൂട്ടിൻ്റെ സം എന്ന് പറയുന്നത് -6ഉം വരണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും നോക്കുക. അപ്പോൾ പ്രോഡക്റ്റ് 8ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. 8ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 8ഉം ആണ്. 1ഉം 8ഉം ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, 6 കിട്ടില്ല. ഇനി അടുത്തത് 2ഉം 4ഉം ആണ്. 2 × 4 ചെയ്താൽ 8 കിട്ടും. 2 + 4 ചെയ്താൽ എന്ത് കിട്ടും, 6 കിട്ടും. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് -6 ആണ്. -6 കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടിനും എന്ത് ചെയ്യുക, മൈനസ് ഇട്ട് കൊടുക്കുക. -2 × -4 + 8. -2 + -4 -6. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, x - 2 × x - 4 എന്ന് എഴുതാം. അതായത് ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലെങ്കിൽ 4 ആയിരിക്കും. 2 ആയിരിക്കും അല്ലെങ്കിൽ 4 ആയിരിക്കും.
അപ്പോൾ ഓപ്ഷനകത്ത് 2 ഉണ്ട്, 4 ഉണ്ട്, എ ആൻഡ് ബി ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇൻ ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ CMRR ഷുഡ് ബി, CMRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഓപ്പാമിൻ്റെ CMRR മീൻസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അപ്പോൾ ഓപ്പാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്, ഒന്നാമത്തെ പ്രത്യേകത. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. CMRR എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ഇതൊക്കെയാണ് ഓപ്പാമിൻ്റെ പ്രത്യേകത, ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇംപിഡൻസ്, ഇൻപുട്ട് റിയാക്ടൻസ് എന്ന്, വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻപുട്ട് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. CMRR അല്ലെങ്കിൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ അതെന്ന് പറയുന്നതും ഇൻഫിനിറ്റി ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരുന്നത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഷുഡ് ബി ഇൻഫിനിറ്റ്. Then 52. A car has 2 wipers which does not overlap. Each wiper has a blade of length r centimeter sweeping through an angle of theta degree. The total area cleared in each sweep of blade. നിങ്ങൾ കാറിൻ്റെ വൈപ്പർ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ 2 വൈപ്പർ ഉണ്ടാവുക. ഈ വൈപ്പർ, ഈ 2 ഇത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുക, റൈറ്റ്? ഇങ്ങനെയാണ് മൂവ് ചെയ്യുക, അതായത് ഒരു സർക്കുലർ പാത്തിലാണ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട്, ഇതിങ്ങനെ ഇവിടെ ഫിക്സഡ് അല്ലേ, ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് ഇത്രയും ഏരിയ ആണ് ഒരു വൈപ്പർ ക്ലീൻ ചെയ്യുന്നത്. അതേപോലെ ഇത് ഇത്രയും ഏരിയ ആണ് അടുത്ത വൈപ്പർ ക്ലീൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി എന്താണ്? ഒരു സർക്കുലർ പാത്താണ്, ഒരു സർക്കിളിൻ്റെ ഒരു കാൽ ഭാഗമാണ്. ഇതിനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്ടറിലെ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയാണ്. ബ്ലേഡ് മൂവ് ചെയ്യുന്ന ആംഗിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തീറ്റ എന്ന് പറയുന്നത്. അതിനാണ് സ്വീപ്പിംഗ് ആംഗിൾ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചത്. ഒരു നമ്മളുടെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? πr² ആണ്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഇത് എക്സാക്ട്ലി 1/4 ആണ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് തന്നിരിക്കുന്നത് ഒരു ആംഗിൾ തീറ്റ ഡിഗ്രി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഡിവൈഡഡ് ബൈ 360 ആണ്. πr² ഇൻറ്റു തീറ്റ ഡിവൈഡ് ബൈ 360 ആണ് ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഈ സ്വീപ്പിംഗ് ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു ബ്ലേഡ് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ആണ് πr² ഇൻറ്റു തീറ്റ ബൈ 360. ഇത് 2 ബ്ലേഡ് ആവുന്ന സമയത്ത് ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു തീറ്റ ബൈ 360 ഇൻറ്റു πr². ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംപ്ലിഫയർ ഹാസ് എ ലോവസ്റ്റ് എഫിഷ്യൻസി? നമുക്ക് 4 ടൈപ്പ് ആംപ്ലിഫയർ ആണുള്ളത്. ഒന്ന് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി. ഇതിനകത്ത് ക്ലാസ് എ ആംപ്ലിഫയർ ആണ് ഏറ്റവും ലോ എഫിഷ്യൻസി ആംപ്ലിഫയർ. 20 to 50% ആണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ക്ലാസ് ബി എന്ന് പറയുന്നത് 70%, ഏകദേശം 70 to 80% എഫിഷ്യൻസി ഉള്ള ആളാണ് ക്ലാസ് ബി ആംപ്ലിഫയർ. 90% എഫിഷ്യൻസി ഉള്ള ആളാണ് ക്ലാസ് സി ആംപ്ലിഫയർ. 100% എഫിഷ്യൻസി ഉള്ള ആളാണ് ആര്? ക്ലാസ് ഡി ആംപ്ലിഫയർ. ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ക്ലാസ് എക്കാണ്. 20 to 30% ആണ് എഫിഷ്യൻസി പറയുന്നത്. ദെൻ ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഒരു കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ E ഈസ് ഈക്വൽ ടു -N dφ/dt എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്ന് നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കറക്റ്റ് ആണ്, നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. dφ/dt, dφ മീൻസ് ചേഞ്ച് ഇൻ ഫ്ലക്സ്, ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നു. dt ചേഞ്ച് ഇൻ ടൈം, ചേഞ്ച് ഇൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ EMF generated in a conductor or EMF generator in a coil is depends upon number of turns, change in flux and change in time. The area of a sector of a circle with a radius r centimeter and a triangle is angle is theta degree. നമ്മൾ തൊട്ട് മുമ്പ് ഇപ്പോൾ പറഞ്ഞതാണ് θ by 360 into πr². സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ്. θ by 360 into πr². ഓപ്ഷൻ എ. Then 56. IGBT is a type of IGBT, insulated gate bipolar transistor. അതാണ് IGBTയുടെ ഫുൾ ഫോം. ഇതൊരു സെമി കണ്ടക്ടർ, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. IGBT സ്വിച്ചിങ് ഡിവൈസ് ആണ് IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ബൈപോളാർ ട്രാൻസിസ്റ്റർ. അപ്പോൾ ബൈപോളാർ ട്രാൻസിസ്റ്റർ അത് ആരുടെ ഫാമിലിയിൽപ്പെട്ടതാണ്? ട്രാൻസിസ്റ്റർ ഫാമിലിയിൽപ്പെട്ടതാണ്. എ ടെസ്ല കോയിൽ ഈസ് എ ടെസ്ല കോയിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈ വോൾട്ടേജ് വളരെ ലോ കറണ്ടിലും ഹൈ ഫ്രീക്വൻസിയിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു കോയിലാണ് ടെസ്ല കോയിൽ എന്ന് പറയുന്നത്. എ സി ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഹൈ വോൾട്ടേജിൽ ലോ കറണ്ടിൽ ഹൈ ഫ്രീക്വൻസിയിൽ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോയിലാണ് ടെസ്ല കോയിൽ. അപ്പോൾ ഈ ടെസ്ല കോയിൽ എന്ന് പറയുന്നത് എന്താ നോക്കുക, കാസ്കേഡ് ട്രാൻസ്ഫോമർ അല്ല, കോർലെസ് ട്രാൻസ്ഫോമർ അല്ല, ഹൈ ഫ്രീക്വൻസി റെസൊണന്റ് ട്രാൻസ്ഫോമർ. റൈറ്റ്, ഇതൊരു ഹൈ ഫ്രീക്വൻസി, നമ്മൾ ഹൈ ഫ്രീക്വൻസി ലോ കറണ്ട് ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ ആണ്, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാനുള്ള കോയിലാണ്. അപ്പോൾ അതൊരു ഹൈ ഫ്രീക്വൻസി റെസൊണന്റ് ട്രാൻസ്ഫോമർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. വെയിറ്റ് ഓഫ് ആൻ അലൂമിനിയം ഷീറ്റ് ഓഫ് സൈസ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1 മീറ്റർ വിഡ്ത്ത് ആൻഡ് 1 മീറ്റർ തിക്നെസ്. വെയിറ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നുള്ളതാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. നമ്മൾ തന്നിരിക്കുന്നത് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മാസ് ആണ് ചോദിച്ചത്. വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സൈസ് 1 മീറ്ററും തിക്നെസ് 1 mm ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി എത്രയാണ്? 2.7 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ ബാക്കിയുള്ളതും ഇതിന് ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഞാൻ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആയി, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബായി. ഇനി 2.7 ഇൻറ്റു 10⁻³ ഇൻറ്റു 1 mm എന്നാണ്. 1 mm എന്ന് പറഞ്ഞാൽ 10⁻³ ഇൻറ്റു സൈസ് 1 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2.7 കിലോഗ്രാം. 10⁻³ 10⁻³ കട്ട് ചെയ്ത് പോയി. ഓപ്ഷൻ ബി. HRC fuse provides best protection against. HRC fuse ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് എന്തിൻ്റെ പ്രൊട്ടക്ഷനാണ്? ഷോർട്ട് സർക്യൂട്ടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ HRC ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. Then 60 last question. The inductive and capacitive reactance of a circuit is 6 ohm and 8 ohm respectively. Its effective impedance is. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് 8 ohms 6 ohms തന്നിട്ടുണ്ട്. ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഇതിൽ ഏതാണോ കൂടുതൽ അതനുസരിച്ച് എടുക്കുക. ഈക്വൽ ടു റൂട്ട് ഓഫ് 8 - 2 ദ ഹോൾ സ്ക്വയർ, വിച്ച് മീൻ 8 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 8 - 6 ആണ് അല്ലേ, സോറി 8 - 6. 8 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 4ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓപ്ഷൻ സി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള 60 ക്വസ്റ്റ്യൻസ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് വളരെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് വളരെ തീരെ പരിചയമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, താങ്ക് യു.